പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്യുമ്പോൾ വരെ നമ്മൾ ചെയ്ത തെറ്റ് ഒരാളും കാണാനും ഒരാളും അറിയാനും പാടില്ല എന്നത് നമ്മൾക്കറിയാം. നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ മാറി നിന്ന് തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ആരും കാണാതെ ആരും അറിയാതെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റൊരാളോട് പറയുക പോലും ചെയ്യരുത് എന്നാണ്. നമ്മൾ സ്വന്തമായി ചെയ്ത തെറ്റുകൾ നമ്മുടെ അടുത്ത ഭാര്യ ആയിരിക്കാം, ഭാര്യയോട് പോലും നമ്മൾ ചെയ്ത തെറ്റുകൾ പറയരുത് എന്നാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബക്കാർ, ഇങ്ങനെ ഒരാളോടും നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു ഒരു പക്ഷേ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകിയേക്കാം. നമ്മൾ അള്ളാഹുമായി ഇടപെടുന്ന തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. പക്ഷേ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റൊരാളോട് പറഞ്ഞാൽ മാപ്പ് നൽകൂല എന്നാണ്. കുല്ലു ഉമ്മത്തി മുആഫ. അള്ളാഹു ലോകത്തെ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കും മാപ്പ് നൽകുമ്പോൾ ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ തെറ്റുകൾ മറ്റുള്ളവരോട് പറഞ്ഞ് പരസ്യപ്പെടുത്തുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും മാപ്പ് നൽകൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തിന്മകൾ ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ല. നമ്മളൊരു തെറ്റു ചെയ്താൽ നാമും നമ്മുടെ റബ്ബും മാത്രമേ അറിയാൻ പാടുള്ളൂ. അതേപോലെ മഹാന്മാരായ ബിശ്ർ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതുപോലെ പ്രഗത്ഭരായ ഉലമാക്കളും ആലിമീങ്ങളൊക്കെ പറയുന്നത്, ഏതുപോലെ നമ്മൾ തിന്മകളെ മറച്ചു വെക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ നന്മകളെ അതിനേക്കാളും ഉഷാറായി നന്മകളെ നമ്മൾ മറച്ചു വെക്കണമെന്നാണ്. നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന ചില നന്മകൾ നമ്മളിൽ ഉണ്ടാവണം. വേറെ ഒരാളും അറിഞ്ഞിട്ടില്ല, ഭാര്യയോ മക്കളോ കുടുംബക്കാരോ ഒരാളും അറിയാത്ത വളരെ രഹസ്യമായ ഒരുപാട് നന്മകൾ നമ്മളിൽ ഉണ്ടാവണം. അതാണ് നാളെ ആഖിറത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ ഏറ്റവും ഉപകരിക്കുന്നത്. മഹാനായ ഇബ്നു അബി അദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വാമ ദാവൂദ് ഇബ്നു അബി ഹിന്ദ് 40 സന, 40 വർഷക്കാലം ദാവൂദ് ഇബ്നു അബി ഹിന്ദ് എന്നവർ നോമ്പ് നോറ്റു. വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ആരും അറിയാതെ 40 വർഷത്തോളം നോമ്പെടുത്തുന്നാണ്. നമ്മളൊരു സുന്നത്ത് നോമ്പെടുത്താൽ അത് നാട്ടുകാർ മുഴുവനും അറിയും, കുടുംബക്കാർ മുഴുവനും അറിയും. ഞാൻ നോമ്പായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നോമ്പ് നോട്ട് നമ്മൾ ഏതെങ്കിലും സൽക്കാരത്തിന് ചെല്ലും, ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. അതൊരു പക്ഷേ റിയാഇൻ്റെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ 40 വർഷക്കാലം നോമ്പെടുത്തു, വീട്ടുകാരറിഞ്ഞില്ല. എങ്ങനെ? രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭാര്യയോട് ഭക്ഷണം വാങ്ങിക്കും. ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അത് പാർസൽ ചെയ്യാൻ പറയും. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയി അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ പൊതിയുമായി വീട്ടിൽ നിന്നിറങ്ങും. അവിടെ എത്തി അത് ചങ്ങാതിമാർക്ക് വിതരണം ചെയ്യും. ഇദ്ദേഹം പറയും, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. രാത്രി നോമ്പ് തുറക്കാനാകുമ്പോൾ വീണ്ടും തിരിച്ചു വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. ഭാര്യ അറിയില്ല ഇദ്ദേഹം രാവിലെ മുതൽ മഗ്രിബ് വരെ നോമ്പിലായിരുന്നുവെന്ന്. ചങ്ങാതിമാരറിയില്ല ഇദ്ദേഹം രാവിലെ നാസ്ത കഴിക്കാതെ വന്നതാണ്, നോമ്പിലായിരുന്നുവെന്ന് ചങ്ങാതിമാർക്കും അറിയില്ല. അങ്ങനെ 40 വർഷക്കാലം ഒരാളും അറിയാതെ മഹാനായ ദാവൂദ് ഇബ്നു അബി ഹിന്ദ് എന്നവർ നോമ്പ് നോറ്റുവെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം കാലങ്ങളോളം ഒരാളും അറിയാതെ നോമ്പെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു നന്മ, ഒന്നുകിൽ നോമ്പുകളായി, തഹജ്ജുദ് നിസ്കാരങ്ങളായി, സ്വദഖകളായി, കാരുണ്യ പ്രവർത്തനങ്ങളായി, ചാരിറ്റി, ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വേണം. ഏതുപോലെ കൂമ്പാരം കണക്കെ നന്മകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ഒരു മൂലയിൽ എന്നും ഇരിക്കാറുണ്ടായിരുന്ന, പള്ളിയുടെ ഒരു മൂലയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, അവിടെ കിടന്നുറങ്ങും, അവിടെ ഇബാദത്ത് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അവിടേക്ക് കടന്നു വന്നത്. നാട്ടിൽ വലിയ ക്ഷാമമായിരുന്നു, നാട്ടിൽ വെള്ളമില്ലാതെ വലിയ പ്രയാസങ്ങളിലായിരുന്നു ആളുകളൊക്കെ. ആളുകൾ ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ മഴ തരണം, അള്ളാഹുവേ മഴ തരണമെന്ന് നിരന്തരമായി ആളുകൾ ദുആ ചെയ്തിട്ടും അള്ളാഹു മഴ കൊടുത്തില്ല. വലിയ ക്ഷാമം നാട്ടിൽ പിടിപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫലമ്മാ കാന മിനൽ ലൈൽ, രാത്രിയായപ്പോ സ്വല്ലൈതു ഇശാ അൽ ആഖിറ,
ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. ഫജാഅ റജുലുൻ അസ്വദ്, ഒരു കറുത്ത ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു വലിയൊരു തട്ടം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ തട്ടം മാറ്റിവെച്ച് ഉള്ള വസ്ത്രം ധരിച്ച് അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. ആ സമയത്ത് അദ്ദേഹം തട്ടം മാറ്റിവെച്ച് നിസ്കരിക്കാൻ തുടങ്ങി. രണ്ട് റക്അത്ത് അദ്ദേഹം നിസ്കരിച്ചു. സുമ്മ ജലസ, പിന്നെ അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ദുആ ചെയ്തു, ഐ റബ്ബ്, അല്ലാഹുവേ, ഐ റബ്ബ്, അല്ലാഹുവേ, അഖ്റജ അഹ്ലുൽ ഹറം, ഈ ഹറമിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹറമിലെ മദീനയിലെ ആളുകൾ നിന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്തസ്ഖൂൻ, നിരന്തരമായി നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫലം തസ്ഖിഹിം, നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് ഫഅന ഉഖ്സിമു അലൈക, ഞാൻ നിന്നോട് സത്യം ചെയ്തുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, നിർബന്ധമായും നീ ജനങ്ങൾക്ക് മഴ നൽകണം. ലമാ സഖൈതഹും, നിർബന്ധമായിട്ടും നീ മഴ നൽകണമെന്ന് ഞാൻ നിന്നോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ്. മഹാനായ ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറഞ്ഞു, മജ്നൂനുൻ ഹാദാ, ഇയാൾക്ക് എന്ത് സുഖമില്ലേ, ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? ആളുകളൊക്കെ ദുആ ചെയ്തിട്ട് ഇയാൾ പടച്ചവനോട് പറയാണ്, ഞാൻ ചോദിക്കുകയാണ് നിർബന്ധമായിട്ട് മഴ തരണം എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് കൈകൾ താഴ്ത്തുമ്പോഴാണ് സമിഅത്തുർ റഅദ, വലിയൊരു ഇടിയുടെ മുഴക്കം കേട്ടു. സുമ്മ ജാഅത്തിസ് സമാഉ ബിശൈഇൻ മിനൽ മതർ, ആകാശത്ത് നിന്ന് ശക്തമായ കോരിച്ചൊരിയുന്ന മഴ പെയ്യാൻ തുടങ്ങി. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോലും പോവാൻ ബുദ്ധിമുട്ടായി. എൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിഞ്ഞില്ല, ശക്തമായ മഴ. ഞാൻ പള്ളിയിൽ തന്നെ ഇരുന്നു. ഇദ്ദേഹമാണെങ്കിൽ നിരന്തരമായി പള്ളിയിൽ വെച്ച് ആ മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ പറഞ്ഞു, വമൻ അന, ഞാൻ ആരാണ്, വമാ അന, ഞാൻ ആരാണ് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, വലാകിൻ ഉസ്തു ബിഹംദിക, പക്ഷേ ഞാൻ നിനക്ക് സ്തുതി ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ നീ മഴ തന്നത് കാരണം ഞാൻ നിനക്ക് സ്തുതി ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നിരന്തരമായി നിസ്കരിച്ചു. സുബഹിയുടെ സമയമായി, സുബഹി ബാങ്ക് വിളിക്കാനായി എന്നറിഞ്ഞപ്പോ അദ്ദേഹം വിത്ർ നിസ്കരിച്ചു. എന്നിട്ട് ബാങ്കും കൂടി കൊടുത്തപ്പോഴേക്കും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, മാറി നിന്നു. ആളുകളെല്ലാം പള്ളിയിലേക്ക് കടന്നു വന്നു. സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. സലാം വീട്ടിയ ഉടനെ ഇദ്ദേഹം പള്ളിയിൽ നിന്നിറങ്ങിപ്പോയി. ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. എവിടേക്കാണ് പോകുന്നതെന്നറിയാൻ നോക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് അദ്ദേഹം കയറി. ഞാൻ തിരിച്ചെന്റെ പള്ളിയിലേക്ക് വന്നു. പിറ്റേ ദിവസവും രാത്രി അതേ സ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നേരെ പള്ളിയിലേക്ക് വന്നു. ഇന്നലെ ചെയ്തതുപോലെ നിരന്തരമായി നിസ്കാരം, സുബഹി വരെ നിസ്കാരം. സുബഹിയോടടുത്ത സമയമാകുമ്പോൾ വിത്ർ നിസ്കരിച്ചു. സുബഹി ബാങ്കായപ്പോൾ സുന്നത്തും നിസ്കരിച്ചു, മാറി നിന്നു. പിറ്റേ ദിവസവും ഞാൻ സുബഹി നിസ്കാരത്തിന്റെ സലാം കഴിഞ്ഞ് ഇയാളെ ഫോളോ ചെയ്ത് ഇയാൾ എവിടേക്കാണ് പോകുന്നത് നോക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വീടിന്റെ അടയാളം ഞാൻ ശ്രദ്ധിച്ചെവിടെയാണെന്ന്. തിരിച്ചു ഞാൻ പള്ളിയിലേക്ക് വന്നു. സൂര്യൻ ഉദിച്ചപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. യാ അബാ അബ്ദില്ലാ, ഇങ്ങനെയുണ്ട്, സുഖമാണോ എന്നോട് ചോദിച്ചു. മർഹബൻ യാ അബാ അബ്ദില്ലാ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ? അദ്ദേഹം ചെരുപ്പ് തുന്നുന്ന ആളാണ്, ചെരുപ്പ് തുന്നിയാണ്. നിങ്ങൾക്ക് ചെരുപ്പ് വേണോ, ഹുഫ വേണോ, ഷൂ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല ഞാൻ വന്നത്. അലസ്ത സാഹിബി ബാരിഹത്തൽ ഊലാ, ഇന്നലെ നിങ്ങളല്ലയോ പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ഫസ്വദ്ദ വജ്ഹു, അദ്ദേഹത്തിന്റെ മുഖമാകെ കറുത്തുപോയി. വസാഹബി, എന്നോട് അദ്ദേഹം അട്ടഹസിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്ന്. വഗളിബ, അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ദേഷ്യം കാരണം പേടിച്ചുപോയി. ഞാൻ അയാളോട് സലാം പറഞ്ഞ് തിരിച്ച് പള്ളിയിലേക്ക് കടന്നു വന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഞാൻ പള്ളിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാത്രിയാണ്. അന്ന് രാത്രി അയാൾ പള്ളിയിലേക്ക് വന്നില്ല. എനിക്ക് വലിയ വിഷമമായി. അയാളുടെ നിസ്കാരം ഞാൻ കണ്ടതാണോ പ്രശ്നമെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയി. നോക്കുമ്പോൾ വീടിന്റെ കവാടങ്ങൾ, വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, വീട്ടുകാരൻ എവിടെയെന്ന്. വീട്ടുകാര് പറഞ്ഞു, നിങ്ങളും അയാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഇന്നലെ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാളുടെ ഇന്നലെ രാത്രി നടന്ന നിസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇന്നലെ രാത്രി നടന്ന നിസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്നലെ രാത്രി നടന്ന നിസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെടാനുള്ള കാരണം. അപ്പോ വീട്ടുകാര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തട്ടം ഉപയോഗിച്ച് അദ്ദേഹം അവിടെയുള്ള മുഴുവൻ സാമഗ്രികളും വസ്തുക്കളും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്.
എനിക്ക് വേദന തോന്നി. കാരണം ഞാൻ അയാളുടെ അമല് കണ്ടു എന്ന് അറിഞ്ഞത് കൊണ്ടാണല്ലോ. മദീനയുടെ മുഴുവനും വീടും ഞാൻ അരിച്ചു പുറക്കി, ഒരു സ്ഥലത്തും അയാളെ ഞാൻ കണ്ടെത്തിയില്ല. എന്തിനാണ് അയാൾ പോയത്? ആരാരും കാണാതെ അല്ലാഹുവും അദ്ദേഹവും മാത്രമുണ്ടായിരുന്ന ആരാധന, അല്ലാഹുവും അയാളുമല്ലാതെ വേറെ ഒരാൾ ആരാധന കണ്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. അത് ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അവിടെ നിൽക്കാതെ ഇനി വേറെ ഒരാളും കാണാത്ത രഹസ്യമായ ആരാധന ചെയ്യാൻ പറ്റിയ സ്ഥലം വേണമെന്ന് അന്വേഷിച്ച് യാത്ര പോയിരിക്കുകയാണ്. ഇതുപോലെയുള്ള ആരും കാണാത്ത, ആരും അറിയാത്ത, നമ്മുടെ ഭാര്യമാര് പോലും തിരിച്ചറിയാത്ത, അല്ലാഹുവും നമ്മളും മാത്രം ബന്ധമുള്ള അമലുകൾ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്, മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫർള് നിസ്കാരം അങ്ങനെ ചെയ്യണമെന്നല്ല, ഫർള് നിസ്കാരം പള്ളിയിൽ പോയി തന്നെ ചെയ്യണം. സകാത്ത് അങ്ങനെ കൊടുക്കണമെന്നല്ല, സകാത്ത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ നമ്മുടെ സുന്നത്തായ കാര്യങ്ങൾ അത് രഹസ്യമാക്കി വെക്കലാണ് ഏറ്റവും ഉത്തമം. എങ്ങനെയാണ് പള്ളിയിലേക്ക് പോവേണ്ടത്? ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോവേണ്ടത് വുളൂ ചെയ്യൽ വീട്ടിൽ വെച്ച് ചെയ്യലാണ് സുന്നത്ത്. നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് സുന്നത്ത്. എന്നിട്ടാണ് പള്ളിയിലേക്ക് പോവേണ്ടത്. അങ്ങനെ ഒരാൾ പള്ളിയിലേക്ക് പോയാൽ അയാളുടെ ഓരോ കാൽച്ചുവടുകൾക്കും അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും ഉന്നതമായ ദറജ അല്ലാഹു നൽകുമെന്നും ഓരോ കാൽപാദങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പള്ളിയിലെത്തിയാൽ തഹയ്യത്ത് നിസ്കരിക്കാം, തിരിച്ചു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരണം. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. സുബഹി നിസ്കാരത്തിന്റെ ശേഷം സുന്നത്തില്ല, പക്ഷേ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചങ്ങോട്ട് പോവലാണ് നല്ലത്. തഹജ്ജുദ് നിസ്കാരം നമ്മുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. നമ്മുടെ സ്വതക്കകൾ ആരും അറിയാത്ത രഹസ്യമായ സ്വതക്കകൾ നമ്മൾക്കുണ്ടാവണം. ഇവിടെ വലിയൊരു മദ്രസയുടെ നിർമ്മാണം നടന്നു. നമ്മളിൽ പല ആളുകളും പല എമൗണ്ടുകൾ ഇവിടെ ഏൽപ്പിക്കുകയുണ്ടായി. ലക്ഷങ്ങൾ കൊടുത്തവർ, സ്വർണങ്ങൾ കൊടുത്തവർ, 10,000 കൊടുത്തവരൊക്കെ നമ്മുടെ സദസ്സിലുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിലുപരി ആരും കാണാത്ത, ആരും അറിയാത്ത, റെസീറ്റ് വാങ്ങിക്കാത്ത ഒരു സ്വതക്കയെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അതെങ്ങനെയാ കൊടുക്കുക? നമ്മുടെ ഇങ്ങനെയുള്ള വാലിന്റെ സദസ്സുകളൊക്കെ വരുമ്പോ ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ ഒരു 2,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ, ആരും അറിയില്ല. വലത് കൈ പോലും അറിയാത്ത സ്വതക്കയാണത്. വലത് കൈ പോലും അറിയാത്ത, ഇടത് കൈ പോലും അറിയാത്ത രഹസ്യമായ സ്വതക്കയാണത്. ഈ സ്വതഖയ്ക്കാണ് അല്ലാഹു നാളെ അർശിന്റെ തണൽ നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹ്, അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ദിവസമാണത്. അവിടെ അല്ലാഹു തആല തണൽ നൽകുന്നത് ഇത്തരം ആളുകൾക്കാണ്. ഇടത് കൈ പോലും അറിയാൻ പാടില്ല.